ഇന്ത്യൻ ജനതയുടെ കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ്. ഇപ്പോൾ സമയം 6:45 ഇനി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. അപ്പോൾ പ്ലേയിങ് 11 ആരൊക്കെയാണെന്ന് അറിയേണ്ടത് അപ്പോൾ വിനേഷ് കുഞ്ഞിരാമൻ പരിചയപ്പെടുത്തും. അതെ, നമുക്ക് ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. കാരണം ഇന്ത്യയുടെ പ്ലേയിങ് 11 ആണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. അതിൽ മാറ്റമൊന്നുമില്ല. നമുക്ക് പ്ലേയിങ് 11 എല്ലാവരെയും നമ്മുടെ 11 പേരടങ്ങുന്ന സംഘത്തെ ഒരുമിച്ച് ഈ സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ തൊട്ട് മുന്നിൽ ഹാർദിക് പാണ്ഡ്യയുണ്ട്. നമുക്ക് ഓപ്പണർമാരിൽ നിന്ന് തന്നെ തുടങ്ങാം. അഭിഷേക് ശർമ്മയെ കാണാം. കഴിഞ്ഞ മത്സരത്തിലൊന്നും അത്ര ഫോമിലല്ല അഭിഷേക് എങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ അഭിഷേകിൽ നിന്ന് മികച്ചൊരു പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അഭിഷേകിന് തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസണെ കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ ഒരു ക്യാമിയോ റോൾ കഴിഞ്ഞ 3 മത്സരങ്ങളും ശരിക്കും വൺ ഡൗൺ ഇറങ്ങിയപ്പോൾ തിലക് വർമ്മയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ മികച്ചൊരു പ്രകടനം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും സഞ്ജു ടീമിലെത്തിയതിനു ശേഷം തന്റെ പൊസിഷൻ മാറ്റി കളിച്ചതിന് ശേഷം തിലകിന്റെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനങ്ങൾ തന്നെ ഉണ്ടാകുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ നമ്മുടെ നായകൻ സൂര്യകുമാർ യാദവ് കൂടി വരികയാണ്. സൂര്യകുമാർ യാദവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓൾറൗണ്ടർമാരിലേക്ക് വരാം. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഹാർദിക് പാണ്ഡ്യയുണ്ട്. ഹാർദിക് പാണ്ഡ്യക്ക് പിന്നെ കൂറ്റനടികൾക്ക് പേര് കേട്ട ശിവം ദുബൈയുണ്ട്. ശിവം ദുബൈക്ക് പിന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള അക്സർ പട്ടേലുണ്ട്. പിന്നീട് വരുൺ ചക്രവർത്തിയെ കാണാൻ കഴിയും. വരുൺ ചക്രവർത്തി, അർഷദീപ് സിംഗ്, ഏറ്റവും ഒടുവിലായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജസ്പ്രീത് ബുംറ. അങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് നമ്മുടെ 11 അംഗ പടയാളികൾ. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി വെറും 12 മിനിറ്റ് മാത്രമാണ് കളി തുടങ്ങാനുള്ളത്. നമ്മുടെ പടയാളികൾ തയ്യാറാണ്, ആരാധകർ എല്ലാവരും തയ്യാറാണ്, നമ്മുടെ രാജ്യം തയ്യാറാണ്.